ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് നിലാവുക്ക് എന്മേൽ എന്നടി കോപം എന്നാണ് പടത്തിൻ്റെ പേര്. പടത്തിൽ അഭിനയിച്ചിരുന്നത് ഭവിഷ്. ഹീസ് എ ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ധനുഷിൻ്റെ വാത്തി എന്ന് പറയുന്ന ഒരു പടത്തിൽ ക്യാമിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അനിക സുരേന്ദ്രൻ ഉണ്ട്, പിന്നെ പ്രകാശ് കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞൂടാ. പ്രിയ വാര്യർ ഉണ്ട്, അടാറില്ല പെണ്ണ് പ്രിയ. പിന്നെ മാത്യു തോമസ് ഉണ്ട്, ശരത് കുമാർ ഉണ്ട്, ശരണ്യ പൊന്വനനുണ്ട്, പിന്നെ അടുക്കളം നരനുണ്ട്. ഇവരൊക്കെയാണ് പടത്തിൽ അഭിനയിച്ചിട്ടാണത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആവറേജ് മൂവി. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഈസ് ഗുഡ് എന്നാണ് എനിക്ക് പറയാൻ തോന്നിയിരുന്നത്. ഇത് പോസിറ്റീവ്സായിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു. പിന്നെ ശരത്കുമാറിൻ്റെ ക്യാരക്ടർ ഈസ് ഗുഡ്. പിന്നെ ഇതിൽ അഞ്ജലി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, ആ ഒരു ക്യാരക്ടറും കൊള്ളായിരുന്നു. പിന്നെ പാട്ട് നൈസായിരുന്നു. പിന്നെ ബിജിയോ നൈസായിരുന്നു. വേറൊന്നും ഈ പടത്തിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ നെഗറ്റീവ്സ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ശോകമായിരുന്നു. പിന്നെ പെർഫോമൻസ് വൈസ് ഫസ്റ്റ് ഹാഫിൽ നല്ലതായിട്ട് വന്നു. സെക്കൻഡ് ഹാഫിൽ ശരത് കുമാർ ഏട്ടനും പിന്നെ അഞ്ജലി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ആളും ഒഴികെ ബാക്കി എല്ലാവരും എന്തിനൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്നാണ് തോന്നിയത്. പിന്നെ ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കണം ധനുഷാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങേരെ തന്നെയാണ് എഴുതിയിരിക്കണതും സ്റ്റോറി. അതെന്തിനാണ് എഴുതിയതെന്ന് എനിക്ക് ഇതായിട്ട് മനസ്സിലായിട്ടില്ല. അതെന്തെങ്കിലും ആവട്ടെ എന്നാ. പിന്നെ സ്റ്റാർ വൈസ് നോക്കാനാണെങ്കിൽ ഒന്നുമില്ലടെ, പ്രേമലു പോലൊന്ന് അടിക്കാൻ നോക്കിയതാണ്. പക്ഷെ നൈസായിട്ട് പൊളിഞ്ഞ്, അതാണ് പറയാനുള്ളത്. കറക്റ്റ് പറഞ്ഞാൽ പ്രേമലു സ്പൂഫ് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ. പിന്നെ എനിക്ക് പറയാൻ ഇനി ധനുഷിൻ്റെ അടുത്ത് വരാൻ പോണത് ഇഡലി കടയത് അങ്ങേരുടെ ഡയറക്റ്റ് ഇത് നായകനാണ് വരാൻ പടം. അതിൽ ചെറിയൊരു ഹൈപ്പുള്ളൂ. നല്ല അല്ലാണ്ട് ഹൈപ്പുള്ള ദേരേഷ്കമേലാണ്. അത് നമ്മുടെ രഞ്ജാനയുടെ ഡയറക്ടറാണ്. അതിൻ്റെ ഒരു ഹൈപ്പുണ്ട്. രഞ്ജാന ധനുഷിൻ്റെ പടമാണ്, അത് വേറെ കാര്യം. അതിൻ്റെ ഒരു ഹൈപ്പുണ്ട്. പിന്നെ കുബേരയിൽ ഹൈപ്പുണ്ട്. കാരണം ധനുഷ് നാഗർജുന അത് ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യത്തോളം ആ ഒരു കാരണമുണ്ട്. ഇനി എങ്ങനെ ഞാൻ ബാക്ക് വരട്ടെ. പിന്നെ വേറൊരു കാര്യം, ധനുഷ് ഇനി അടുത്ത ഇഡലി കട കഴിഞ്ഞാൽ എന്താണ് അജിത്തിൻ്റെ കൂടെ ഡയറക്റ്റ് ചെയ്യുന്ന പറയണൊക്കെ ഉണ്ട്. സത്യമായ പൊളിക്കോ ഇല്ലയോ എന്നുള്ളത് തിയേറ്ററിൽ കാണാം. എന്തായാലും ഹൈപ്പ് ഉണ്ടാവും. എന്തെങ്കിലും ആട്ടെ. പിന്നെ ഒരു നെഗറ്റീവാണ് ഞാൻ പറയാൻ മറന്നു കേട്ടോ. വേറെ നെഗറ്റീവ് ഉണ്ട്, പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. അതെന്തിന് സെക്കൻഡ് പാർട്ട് എന്തോന്നാ നീക്ക് ടു ലവ് ഈസ് ഇൻ ദ എയറാ, അല്ലെങ്കിൽ പടം എയറാണ്, അത് വേറെ വിറ്റ്. പടം എയറാണ്, ഫുൾ എയർ എന്നല്ല. സെക്കൻഡ് ഹാഫ് എയർ, ഫസ്റ്റ് ഹാഫ് ഗുഡ്, അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, ഈ പടത്തിലെ മ്യൂസിക്, BGM, ശരത് കുമാറിൻ്റെ പെർഫോമൻസ്, പിന്നെ അഞ്ജലി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ആളുടെ പെർഫോമൻസ്, പിന്നെ ഫസ്റ്റ് ഹാഫ്, ഇത്രയാണ് എനിക്ക് ഇതിൽ നല്ലതായിട്ട് തോന്നിയത്. പക്ഷെ നിങ്ങൾ ഗോൾഡൻ സ്പാരോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് കേട്ടോണ്ടിരിക്കാനും നല്ലതാണ്. പക്ഷേ അതിൽ പ്രിയങ്ക മോഹൻ്റെ കൊറിയോഗ്രാഫി ചെയ്ത ആരാണ്? ഓക്കെ, മറ്റേ അഞ്ജലി എന്ന് പറയുന്ന ക്യാരക്ടർ മര്യാദയ്ക്ക് ഡാൻസ് കളിക്കാൻ അറിയാവുന്ന ആളാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ
പ്രിയങ്ക മോഹനൊന്നും ഡാൻസ് കളിപ്പിക്കല്ലോ കേട്ടോ. എൻ്റെ പൊന്നോ, കട്ട കോമഡി പീസായി പോയിട്ട് തന്നെ ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് കേട്ടോ എനിക്ക് വേറെ പിന്നെ ബാക്കിയുള്ള ക്രൂവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ ആര് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്തേക്കണെങ്കിൽ കേട്ടോ ധനുഷാണ്. അതെന്തിനാന്ന് എനിക്കിതുകൊണ്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങേരുടെ കൈഷം പോയി, അത് വേറെ പറ്റി. അയ്യോ എന്താ കേട്ടോ. എന്തായാലും എനിക്കെത്താ പറയാനുള്ളടേ. എന്തായാലും റീമേക്ക് കമ്പാരിസൺ ചിലപ്പോൾ ഇന്ന് വരും, അല്ലെങ്കിൽ നാളെ വരും. നാളെ ആയിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ നാളത്തേക്ക് L2 മീൻസ് എമ്പുരാൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ പോവും. കാസിനോയിലാണ്. അപ്പം ഞാൻ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. പിന്നെ റീമേക്ക് കമ്പാരിസൺ ഞാൻ വീണ്ടും പറയണം. റീമേക്ക് കമ്പാരിസണിൻ്റെ കാര്യം ചിലപ്പോൾ ഇന്ന് രാത്രി ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ചാൻസ് കുറവാണ്. നാളെ ചെയ്യാം. നാളെ ആയിരിക്കും ചെയ്യാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് 26 ആരും വിചാരിക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അതൊന്ന് അമർത്തി സഹായിക്കുക. പിന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേരും ഇതേ പേരെന്നാണ്, കാസ്ട്രോണ്ട മൂവി മീഡിയ തന്നെയാണ്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലും ഈ വീഡിയോ ഉണ്ടാവും. പിന്നെ വീണ്ടും പറയണം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഡെൽറ്റ വസ്കസ്. പിന്നെ ഒരു കാര്യം കൂടി, ഉപ്പും മുളകിൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ലൈവായിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒപ്പീനിയൻ അപ്പോൾ അത് ചെയ്യണോ വേണ്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പോളിടും. അപ്പോൾ അതൊന്ന് പറയണം പ്ലീസ്. പിന്നെ ഈ ഇരുട്ടത്ത് നിൽക്കണത് അതെനിക്ക് ഉറക്കം വന്നിട്ടാണ്. സോറി, ഉറക്കം വന്നിട്ടുണ്ടെന്നല്ല, എനിക്ക് ഈ പടം തന്നെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. വേറൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഡെൽറ്റ വസ്കസ്. ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ്.